5,19,423 പേരാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ടൈം ടേബിൾ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇതിൽ ഉറപ്പായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലുള്ളവരും ഉണ്ടാവും. ആൻഡ് അവർക്കറിയാം ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെറിയൊരു നമ്പർ അല്ല. കേരളത്തിലെ മുഴുവൻ 9ാം ക്ലാസ്സിലെ കുട്ടികളും ഇതിലുണ്ടെന്ന് അവർക്കറിയാം. ഈ വീഡിയോസിന്റെ എല്ലാം കമന്റ്സിലൂടെ അവർക്ക് മനസ്സിലായി ഈ ഒരു സംഭവം ഏറ്റവും ഭയങ്കരമായിട്ട് തന്നെ അവരെ ഈ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈം ടേബിൾ മാറ്റുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ടാകും. മക്കളെ, നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം നിങ്ങളുടെ പോരാട്ടം എന്തായി ഇവിടെ വിജയം കണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ മുന്നേ എപ്പോഴെങ്കിലും 9ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഡൗട്ടാണ്. 10ാം ക്ലാസ്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ 9ാം ക്ലാസ്സിന്റെ ഈ ഒരു ടൈം ടേബിളിൽ ഇത്ര നല്ലൊരു മാറ്റം മുന്നേ ഒരിക്കലും വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികളോട് കൊടും ചതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വീഡിയോക്ക് 942, അതായത് 1000-ഓളം കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ കമന്റ്സിലൊക്കെ ഈ കുട്ടികളുടെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അവരുടെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടൈം ടേബിൾ മാറ്റിയിരിക്കുന്നത്. നമ്മളുടെ ഷോർട്സിനും അന്യായ റീച്ച് ആയിരുന്നു. അതിലൊന്ന് 280K വരെ പോയിട്ടുണ്ട്. നിങ്ങൾ തന്ന ഈ സപ്പോർട്ടാണ് ശരിക്കും എന്തായത് ഇത് വിജയത്തിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ ഈ ഒരു പോരാട്ടമാണ് വിജയമായി മാറിയിരിക്കുന്നത്. ഇതിലൊക്കെ കമന്റ്സിൽ ഇപ്പോൾ ഈ ഒരു ടൈം ടേബിൾ മാറിയതിനു ശേഷമുള്ള കമന്റ്സിൽ ഞാൻ കാണുന്നത് എല്ലാവരും എനിക്ക് താങ്ക് യു പറയുന്നു, എല്ലാവരും എജുപോർട്ടിന് താങ്ക് യു പറയുന്നു. ഇതൊക്കെയാണ് ഞാൻ കാണുന്നത്. എന്നാൽ ഞാൻ ഇതിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം കാര്യങ്ങൾ മാത്രം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് പോവാന്നുള്ളതല്ല. അതിലുപരി ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി അവരുടെ കൂടെ നിന്ന് പോരാടി അവർക്ക് വിജയം നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടി എന്നുള്ളത്. എൻ്റെ ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് വിജയിക്കാൻ ഈ ഒരു ടൈം ടേബിൾ ഇഷ്യൂവിൽ മാറ്റം ഉണ്ടാകാൻ കാരണം നിങ്ങളാണ്, നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്തു, കമന്റ് ചെയ്തു, എല്ലാം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുന്നോ അത് മുഴുവൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോരാടിയെടുത്ത വിജയം തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് തീർച്ചയായിട്ടും ഞാനൊരു ബിഗ് താങ്ക്സ് കൊടുക്കും. കാരണം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഒരു കോലാഹലങ്ങളെല്ലാം വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ഈ ഒരു എക്സാം നടത്തായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് വീഡിയോ കെട്ടിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ സിംപിളി പോകുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു വലിയ വിഷയം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു 9ാം ക്ലാസ് കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ടൈം ടേബിളിൽ ചെറിയ മാറ്റമല്ല ഭീമാകാരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നത്. അതിന് ഇദ്ദേഹത്തിനോട് വലിയ താങ്ക്സ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഈ കുട്ടികളുടെ വിഷമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതിൽ പറഞ്ഞ ഏതെങ്കിലും വേർഡോ സെന്റൻസോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം ട്രൂലി സോറി. ഈ ഒരു ടൈം ടേബിൾ ചേഞ്ചിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. ആൻഡ് വന്നിരിക്കുന്ന ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ടൈം ടേബിൾ ആണ്. ഓരോ വിഷയത്തിനും വ്യക്തമായ ഗ്യാപ്പ്, ഓരോ വിഷയവും അർഹിക്കുന്ന വ്യക്തമായ ഗ്യാപ്പിലാണ് പുതിയ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. നേരത്തെ നിങ്ങൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് 4 എക്സാം എഴുതേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ 2 എക്സാമുകൾക്കിടയിൽ മിനിമം 3 ദിവസമെങ്കിലും ഗ്യാപ്പ് വേണമെന്ന്. കിട്ടി മക്കളെ. ആ 2 എക്സാമുകൾക്കിടയിൽ നിങ്ങൾക്ക് 3 ദിവസത്തെ ഗ്യാപ്പ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നോക്കൂ, നമുക്ക് സോഷ്യൽ സയൻസിന് ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിന് നമുക്ക് ഗ്യാപ്പേ ഇല്ലായിരുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ 3 ദിവസത്തെ ഗ്യാപ്പ് വന്നു എന്നുള്ളത്. അതുപോലെ ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിക്ക് നിങ്ങൾക്കറിയാം നേരത്തെ ടൈം ടേബിളിൽ 7 ദിവസത്തെ എങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് എന്താണ് 1 ഡേ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിക്കും ഇപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റും വ്യക്തമായി പഠിക്കാനുള്ള ടൈം ടേബിളാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് തന്നിരിക്കുന്നത്. അതിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നിങ്ങൾ മക്കളെ കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ അവർക്ക് ഒരു ബിഗ് താങ്ക്സ് പറയണം. ഇത്ര നല്ലൊരു ടൈം ടേബിൾ, വ്യക്തമായ ഗ്യാപ്പ് വിഷയങ്ങൾക്ക് ഇടയിലുള്ള ഒരു ടൈം ടേബിളാണിത്. ഒരു
പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെയാണ് ഇത്. ഒന്നും പറയാനില്ല. ആൻഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. SSLC വേഴ്സസ് ക്ലാസ് 9 എന്നുള്ള ഒരു സംഭവം. SSLCക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് ക്ലാസ് തീരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഡിസംബറിന് മുന്നേ ചാപ്റ്റർ ഒക്കെ തീരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇവർക്ക് ഫുള്ള് റിവിഷൻ, നൈറ്റ് ക്ലാസ്, മോർണിംഗ് ക്ലാസ്, ഫുൾ A+ ബാച്ച്, പിന്നെ ഫുൾ മാർക്ക് ബാച്ച്, ഇങ്ങനെ പറഞ്ഞിട്ട് ഏതൊരു ആവറേജ് കുട്ടിക്ക് പോലും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സ്കൂളും പ്രയത്നിക്കുന്നുണ്ട് SSLC കുട്ടികളുടെ കാര്യത്തിൽ. എന്നാൽ ക്ലാസ് 9 കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഈ മറ്റവർക്ക് ഡിസംബറിൽ പോർഷൻസ് ഒക്കെ തീരുമ്പോൾ ഈ പാവം മക്കളെ എക്സാമിന്റെ തലേന്നായാൽ പോലും ചിലപ്പോൾ ചില പോർഷൻസ് തീർന്നിട്ടുണ്ടാവില്ല. ചിലത് എന്താന്ന് പോലും അറിയണ്ടാവില്ല. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോകുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും SSLC കുട്ടികളെ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരിക്കും. ടീച്ചേഴ്സിനെ കുറ്റം പറയല്ല. SSLC ആ ഒരു സ്കൂളിന്റെ വിജയ ശതമാനത്തിനൊക്കെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ ഒരിക്കലും കുറ്റം പറയല്ല. എന്നാൽ എല്ലാവരും കൂടി SSLCക്ക് വൻ പ്രയോറിറ്റി നൽകുമ്പോൾ അവിടെ ഇല്ലാതായി പോകുന്ന, മനം മടുത്തു പോകുന്ന, തകർന്നു പോകുന്ന, ഉടഞ്ഞു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അത് എല്ലാ വർഷവുമുള്ള ക്ലാസ് 9 വിദ്യാർത്ഥികളാണ്. എന്നാൽ എല്ലാ വർഷത്തെയും പോലെ അല്ലായിരുന്നു ഇത്തവണത്തെ ക്ലാസ് 9 വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പുറമെ ഏറ്റവും വലിയ വിഷയമായ സിലബസ് ചേഞ്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അത് കണക്കിലെടുത്തു, അത് മുഖവരിക്കെടുത്തു, അതിനൊരു മാറ്റമുണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ആശ്വാസം കൊള്ളാവുന്ന കാര്യമാണ്. കാരണം ഭാവിയിലേക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളൊന്ന് ശബ്ദമുയർത്തിയാൽ, വിദ്യാർത്ഥികൾക്കൊന്ന് വേദനിച്ചു എന്ന് തോന്നിയാൽ വിദ്യാഭ്യാസ വകുപ്പ് അതിലൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ള ഒരു ഹോപ്പാണ് ഈ ഒരു ടൈം ടേബിൾ ചേഞ്ചിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ പല ഇഷ്യൂയിലൂടെയൊക്കെ പല യൂട്യൂബ് ചാനലുകളും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. എജുപോർട്ടിനെതിരെയും നമ്മുടെ അജാസ് സാറിനെതിരെയും ഒക്കെ നേരത്തെ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്ത് വിഷയങ്ങൾ എവിടെ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആദ്യം വരിക എജുപോർട്ട് തന്നെയായിരിക്കും. എജുപോർട്ട് വന്നിട്ടില്ലെങ്കിൽ അന്ന് എജുപോർട്ട് തീർന്ന് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് 9 വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട്. CE മാർക്കിൻ്റെതാണെങ്കിലും സിലബസിൻ്റെതാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഇഷ്യൂവിന് വേണ്ടി നമ്മൾ പോരാടിയതുപോലെ ഇതും നമ്മൾ പോരാടും. അവിടെയൊക്കെ നിങ്ങളൊന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് പോരാടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് വിജയമുണ്ടാവുക. എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ എജുപോർട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കൂടെ എജുപോർട്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് ഒരു ദിവസം തോന്നുകയാണെങ്കിൽ ആ ദിവസം എജുപോർട്ട് ഉണ്ടാവില്ല, സ്ഥാപനമേ ഉണ്ടാവില്ല, ഇവിടുന്ന് നശിച്ചു പോയിട്ടുണ്ടാവും എന്ന് വേണം നിങ്ങൾ കരുതാൻ. സോ മക്കൾസ്, അതെല്ലാം പോട്ടെ, ടൈം ടേബിൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മക്കളെ കൺസിഡർ ചെയ്തിരിക്കുന്നു. നിലവിലുള്ള ടൈം ടേബിളിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ പഠിക്കാൻ നോക്കുക. സോ നല്ല ഹാപ്പി ആയിട്ട് ഉറങ്ങിക്കോ. ഇനി നമുക്ക് പൊളിച്ചടക്കാം.